പ്രൈസ് ലോർഡ്. അതാ. പ്രൈസ് ലോർഡ് ആന്റി, എന്റെ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. ക്ലിയർ, ഓക്കെ. ആന്റി പറഞ്ഞ ഒരു സ്വീറ്റ് വോയിസ് അല്ല ഇപ്പം. ഞങ്ങളുടെ ഇവിടെ ഒരു മിഷൻ എംഫസിസ് ഡേയ്സ് കഴിഞ്ഞ് എന്റെ ശബ്ദം നല്ല പതുങ്ങിയിരിക്കുന്ന ഒരു സമയത്താണ്. എങ്കിലും ആ, ആ, ആദ്യമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഇങ്ങനെ ഈ എനിക്ക് ആരാധന ഇങ്ങനെ അങ്ങനെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന, അത്ര മീനിങ് ഫുൾ ആയിട്ടുള്ള പാട്ടുകൾ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഞാൻ എന്റെ വിശ്വാസത്തിന്റെ ആദ്യകാലത്തൊക്കെ ഒരുപാട് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടം പാട്ടാണ്. താങ്ക് യു പ്രിയ ടി സിസ്റ്ററെ. വീണ്ടും ആ ഒരുപാട് പഴയ ഓർമ്മകളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കാലത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോയി. ദൈവം എത്ര വിശ്വസ്തനാണെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാനല്ലാതെ, ഇപ്പൊ ആരാധന ആയാലും സൂസനാന്റി പറഞ്ഞ കാര്യങ്ങളായാലും എല്ലാം ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയും ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടി കർത്താവ് എന്റെ മനസ്സിൽ തന്നത് ഒക്കെയാണ്. അങ്ങനെയുള്ള ഒരു ചിന്തകളോട് ചേർന്ന് ആണ് ഇതെല്ലാം ആയിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ ആന്റിക്ക്, സൂസൻ ആന്റിക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി എൻ്റെ സ്വർഗത്തിലെ ദൈവം എൻ്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ മകളാകാൻ എന്നെ കണ്ട ദൈവത്തിന്റെ വലിയ സ്നേഹം, പിന്നെ ആ സ്നേഹത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ എന്നെ തിരഞ്ഞെടുത്ത ആ ദൈവത്തിന് ഞാൻ സകല മഹത്വം അർപ്പിക്കുന്നു. എന്നെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷന്റെ ആവശ്യമുണ്ടോ? നമ്മൾ കർത്താവിനെ കുറിച്ച് കേൾക്കാനാണല്ലോ വന്നിരിക്കുന്നത്. എങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നത് ആരാണ്? പേരെല്ലാവർക്കും അറിയാലോ, ആലിസ് പോൾ എന്നാണ് എൻ്റെ പേര്. ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കി ജില്ലയിലാണ്. അവിടെ നിന്ന് പത്തനംതിട്ടയിലെ കുമ്പനാടേക്ക് സ്ഥലം വിറ്റ് ഞങ്ങൾ അവിടെ കുമ്പനാടായിട്ട് ഇപ്പോൾ ഒരു 33 വർഷമായി. എൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ നാട്ടിലെ കുമ്പനാടാണുള്ളത്. ചെറിയ പ്രായത്തിൽ തന്നെ, ഏകദേശം ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സുശേഷ വേലയ്ക്കായിട്ടുള്ള വിളി എന്ന് പറഞ്ഞ ആദ്യമായി ഒരാൾ എന്നോട് പ്രവചനത്തിലൂടെ പറഞ്ഞു. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് കേട്ടറിവോ അറിയാമായിരിക്കുന്ന ഒരു സഹോദരി, ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരിയാണ്. പിന്നീട് സൂരജിലെ കർത്താവിന്റെ വേല ചെയ്തിരുന്ന ജാനറ്റ് സജി എന്ന് പറയുന്ന ആ സഹോദരി എൻ്റെ സഭയിൽ നിന്ന് ആദ്യമായി കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയ ഒരു സഹോദരിയാണ്. അതിനുശേഷം ഞാനാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ജാനറ്റ് ചേച്ചിയാണ് ആദ്യമായിട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നോട് പറയുന്നത്, മോളെ, നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു പ്രവചന ദൂതായിട്ട് എന്നോട് കണ്ടിരിക്കുന്നത്. അന്ന് ഞാനതൊരു തമാശയായിട്ട്, 10ാം ക്ലാസ് എന്ന് എനിക്കന്ന് 14 വയസ്സേ ഉള്ളൂ. അപ്പം എൻ്റെ ചെറിയ പ്രായത്തിലെ അപ്പൻ മരിച്ചുപോയി. എൻ്റെ അപ്പ 6 വയസ്സായപ്പോഴേ മരിച്ചുപോയി. അപ്പൊ പിന്നെ എനിക്ക് പഠിച്ച് നഴ്സ് ആവണം, എൻ്റെ അമ്മയെ സഹായിക്കണം എന്നുള്ള ഒറ്റൊരു ലക്ഷ്യമേ ഉള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനത് ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, ജാനറ്റ് ചേച്ചിക്ക് തെറ്റ് പറ്റിപ്പോയതായിരിക്കും, ഞാനല്ല, അത് എന്തായാലും ഞാനല്ല എന്ന് പറഞ്ഞു. പക്ഷെ 17ാമത്തെ വയസ്സില് ദൈവത്തിന്റെ വചനത്തിലൂടെയും മറ്റ് ചില കൺഫർമേഷനിലൂടെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ആ 17ാമത്തെ വയസ്സിൽ തന്നെ വചനം പഠിക്കാനായിട്ട് ഇടുക്കി ജില്ലയിൽ തന്നെ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി 2 വർഷത്തെ ഡിപ്ലോമ ചെയ്തു. അതിനുശേഷം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ദർശനം കർത്താവ് തരുന്നത്. അതൊക്കെ ഒരുപാട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ആത്മഭാരം, ദർശനമല്ല, ഒരു ആത്മഭാരം എൻ്റെ ഉള്ളിൽ തന്നു. ഞാൻ 2 വർഷമെങ്കിലും സിംഗിൾ മിഷണറി ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ പോകുമെന്ന് അവിടെ വെച്ച് തീരുമാനമെടുത്തു. എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല എങ്ങനെ പോകുമെന്ന്. കാരണം 2 ആഴ്ചയിൽ ഒരിക്കല് വന്ന് കാണാൻ പറ്റുന്നിടത്തെ നിന്നെ കല്യാണം കഴിച്ച് വിടുകയുള്ളൂ എന്ന് എൻ്റെ സഹോദരൻ പറഞ്ഞെടുത്തുനിന്ന് ഞാന്
ആലോചിച്ച് നോക്കുക, 95, 96, 97 കാലഘട്ടങ്ങളിലൊക്കെ ഒരു മൊബൈൽ ഫോൺ ഒന്നും ഇല്ലാത്ത കാലത്ത് കേരളം വിട്ടുപോകുക എന്ന് പറയുന്നത്, എന്നെ അതും സിംഗിൾ ആയിട്ട് പോരുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് യാക്കോബ് അങ്ങ് മല്ലയുദ്ധ എന്താ പറയുക, ദൈവത്തോട് വാശി പിടിച്ചതുപോലെ ഞാൻ ആ ഒരു ഇതില് പിടിച്ചു നിന്നു. വിവാഹാലോചനകളൊക്കെ വന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതൊക്കെ മാറി. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എൻ്റെ അപ്പൻ വിശ്വസ്തനാണ്. 1997 ഏപ്രിൽ മാസത്തില് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ വടക്കേണ്ടിയിലേക്ക് വരാനായിട്ട് ദൈവം സഹായിച്ചു. സിംഗിൾ മിഷണറി ആയിട്ട് ഞാൻ 2 വർഷമാണ് സമർപ്പിച്ചത്. ചോദിച്ചത് 2 വർഷമാണ്. കർത്താവ് എനിക്ക് 8 വർഷം തന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഒക്കെ ഗ്രാമങ്ങളിലൂടെ ഫ്രീ ആയിട്ട്, അന്നൊന്നും ഇന്നത്തെ പോലുള്ള പ്രശ്നങ്ങൾ അത്രയില്ല, ഫ്രീ ആയിട്ട് സന്തോഷത്തോടെ വീട് വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷം പറയുവാൻ, അവർക്ക് വേണ്ടി ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ, ദേശത്തെക്കുറിച്ച് കരയുവാൻ, ദൈവസന്നിധിയിൽ തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനൊക്കെ ദൈവം തന്ന അവസരങ്ങളായിരുന്നു അത്. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ഇനി ഇനി വിവാഹിതയായി ദൈവ വേല ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ്, കാരണം ആ ഒരു സമയമായപ്പോഴത്തേനും ഞാൻ സിംഗിളായിട്ട് തന്നെ അങ്ങ് തുടരാമെന്ന് തീരുമാനിച്ചിരുന്നു. അപ്പം കർത്താവ് പറഞ്ഞു അങ്ങനല്ല, അപ്പൊ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി. അങ്ങനെ പിന്നീട് ചർച്ച് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ചർച്ചിനോട് ചേർന്നുള്ള ഒരു ലേഡീസ് ടീമിലായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ വിവാഹത്തിന്റെ സമയമാകുന്നതിന് മുൻപേ കർത്താവ് അടുത്ത തലമുറയെ കർത്താവിന് വേണ്ടി ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ള ഒരു ദർശനം എനിക്ക് തന്ന്, അങ്ങനെ ദൈവം തന്നെ അതിനുള്ള വഴികൾ തുടർന്ന് പഠിക്കാനും ബൈബിൾ കോളേജിലേക്ക് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ പഞ്ചാബ് പത്താൻകോട്ടുള്ള ബെർഷെബ തിയോളജിക്കൽ കോളേജിലേക്ക് പഠിപ്പിക്കാനായിട്ട് ദൈവം ഒരു അവസരം തന്നു. അതിന് തൊട്ടടുത്ത വർഷം വിവാഹിതയായി. അതിനുശേഷം ആ കോളേജിൽ തന്നെ അന്ന് മുതൽ ഇതുവരെയും വചനം പഠിപ്പിക്കുകയാണ്. ബൈബിൾ കോളേജിൽ എൻ്റെ ദർശനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു കോൾ എന്ന് പറയുന്നത്, നമ്മുടെ ഈ തലമുറ, ഞാനിപ്പം ഹാഫ് സെഞ്ചുറി ഒക്കെ അടിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു. അപ്പം നമ്മുടെ ശബ്ദം ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത ഒരു തലമുറയിൽ ദൈവശബ്ദമായി നിൽക്കുവാൻ ഒരു സൈന്യത്തെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ആ ഒരു ദർശനം. അതിനനുസരിച്ച് നമ്മൾ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത് നാഗപ്പൂരാണ്. 2018 വരെ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനോട് ചേർന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു. 2018 കർത്താവ് വ്യക്തമായി തന്ന ഒരു ദർശനത്തിനനുസരിച്ചാണ് അവിടെ നിന്ന് ലീവായി. 2018 മുതൽ മിഷൻ ഇന്ത്യ എന്ന ഓർഗനൈസേഷനോട് ചേർന്ന് ഇപ്പോൾ ഞങ്ങൾ മിഷൻ ഇന്ത്യ തിയോളജിക്കൽ സെമിനാരി ഇവിടെ നാഗ്പൂരിൽ ഞങ്ങളായിരിക്കുന്നു. എൻ്റെ ഭർത്താവ് പോൾ പി ജോസഫ്, അദ്ദേഹവും ഒരു 91 മുതൽ കേരളം വിട്ട് ഒരു 95 മുതൽ വടക്കേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒറീസയിൽ വിവാഹത്തിന് മുൻപേ 10 വർഷം തൻ്റെയും നല്ല യൗവനം 20s കർത്താവിന് വേണ്ടി സമർപ്പിച്ച കർത്തൃ ശുശ്രൂഷയിലായിരുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണ്. എൻ്റെ മകള് ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു, മോൻ +2 പഠിക്കുന്നു. എനിക്ക് തോന്നുന്നു അത്രയും ഒരു ഇൻട്രൊഡക്ഷൻ എന്നെ കുറിച്ച് മതി. ഇനി ഇന്ന് രാത്രിയിലേക്ക് അറിയാം, ദൈവത്തിന്റെ വചനം കേൾക്കാനാണ്, ദൈവ ശബ്ദം കേൾക്കാനാണ് നമ്മൾ അയക്കുന്നത്. എനിക്കും കേൾക്കണം ആ ദൈവശബ്ദം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില വചനങ്ങളാണ് ഞാനിവിടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇന്നത്തെ ആരാധനയും സൂസനാൻറ്റി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അതിനോട് ചേർന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇരിക്കാം. എനിക്ക് നല്ല ബോധ്യമുണ്ട് ആലിസ് പോൾ ഒന്നുമല്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നീ ഉണ്ടാക്കിയ സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ മർത്യനെ നീ ഓർക്കുവാൻ അവൻ എന്ത്, മനുഷ്യപുത്രനെ ഓർക്കുവാൻ അവൻ എന്തും മാത്രം. നമ്മൾ വെറും ഡസ്റ്റാണ്, ഊതിയാൽ പോകുന്ന പൊടിയാണ് നമ്മൾ. ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഈ വചനവുമായിട്ട്, എൻ്റെ ശബ്ദമല്ല, എന്നെ കർത്താവെ ഉപയോഗിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ആയിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച്
യെശയ്യാ പ്രവചനം 61 അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആരെങ്കിലും എന്നെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരുന്നു. യെശയ്യാ പ്രവചനം 61 അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എളിയവരോട് സദർത്തുമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹുദ്ധീകരിക്കപ്പെടേണ്ടതിനെ അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണികയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾ മേയ്ക്കും. പരദേശക്കാർ നിങ്ങൾക്ക് ഉഴുവുകാരും മുന്തിരിത്തോട്ടക്കാരുമായിരിക്കും. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്നും നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായിത്തീരും. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്ക് ഉണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്ക് നമുക്ക് നമ്മെ തന്നെ ദിവസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പ അങ്ങയുടെ കാര്യങ്ങളിൽ അടിയങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്രിസ്തുവിലുള്ള ഈ സഹോദരി കൂട്ടായ്മയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥ, ഏത് പരിശുദ്ധാത്മാവിനാൽ ഈ വചനം എഴുതപ്പെട്ടോപ്പാ, അതേ ആത്മാവിനാൽ സംസാരിക്കുവാൻ അടിയന്റെ നാവിനെ ഉപയോഗിക്കണമേ. നീ അധമമായത് ഒഴിച്ചുത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ എന്റെ വായായിരിക്കും എന്ന് പറഞ്ഞ കർത്താവേ, ഹല്ലേലൂയ. അടിയന്റെ നാവിനെ ശുദ്ധീകരിച്ച് അങ്ങയുടെ വായായി ഉപയോഗിക്കണമേ എന്ന് അങ്ങോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി ആ ഉദ്ദേശത്തിലെ ദൈവമേ എത്തിച്ചേരുവാൻ, ആ ഉദ്ദേശത്തിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളിൽ ഓരോരുത്തരെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അടിയങ്ങളോട് ഇടപെടണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ വരുമ്പോൾ, ഈ സൂം പ്ലാറ്റ്ഫോമിലൊക്കെ പ്രത്യേകിച്ച് വരുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് എത്ര വിചിത്രമാണ്, എത്ര ആഴമാണ് അല്ലെ. നമ്മളിൽ ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തവരില് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു ബീനാൻറ്റി മാത്രമുള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാവരുടെയും പേര് പിന്നെ നോക്കിയില്ല. ബീനാൻറ്റിയെ ഞാൻ കണ്ടു. പക്ഷേ പല രാജ്യത്ത്, പല കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് പല അനുഭവങ്ങളിലൂടെ വന്ന് നമ്മള് ഇപ്പോ ഇങ്ങനെ കാണുമ്പോൾ, ഞാൻ ഈ സൂം മീറ്റിംഗിൽ ഇപ്പം ഈ പേര് കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും അറിയാത്ത ഒരു അടുപ്പം അല്ലെ, ഒരു സ്നേഹബന്ധം നമുക്ക് തോന്നുകയാണ്. അത് ഒരു മനുഷ്യരാലും സാധിക്കാത്ത ഒരു കാര്യമാണ്. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളിലേക്ക് പകർന്നു തന്നിരിക്കുന്ന ആ സ്നേഹത്തിന്റെ ആഴം നിമിത്തമാണ് നാം ഇവിടെ ഒരുമിച്ച് ആയിരിക്കുന്നത്. ഈ കൂടി വന്നിരിക്കുന്ന പല പേരുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പേരുകളുടെയൊക്കെ പിന്നിലുള്ള മുഖം ഇതുപോലെ സൂമിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്ന് കൈ കൊടുക്കാനോ ഒന്ന് ചേർത്ത് ആലിംഗനം ചെയ്യാനോ ഒന്നും ഇതുവരെയും കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ നമ്മുടെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേന് നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന, നമ്മൾ എന്നും കാണുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴണമെങ്കിൽ അതെത്ര വലിയ ദൈവസ്നേഹമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്നിരിക്കുന്നത്. ഈ വായിച്ച വചനവും കർത്താവ് നമുക്ക് പകർന്നു തരുമ്പോൾ ഇങ്ങനെയാണ്
ഈ വചനത്തിലൂടെ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ പറഞ്ഞ ആരാണ് എന്നതിലപ്പുറമായിട്ട് എൻ്റെ ദൈവം എന്നോട് എന്താണ് പറയുന്നത്, ഉപയോഗിക്കുന്ന നാവ് അല്ലെങ്കിൽ ആ ഒരു പാത്രമോ അല്ല, ആ ദൈവത്തിന്റെ മഹത്വമാണ് നാം അവിടെ കാണുന്നത്. ഇവിടെ നാം വായിച്ച ഞാൻ അത്രയും പറഞ്ഞ എന്തെന്ന് ചോദിച്ചാല്, സുസനാന്റി പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ ഇതുവരെയും കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം എൻ്റെ സഹോദരനെ കണ്ടു, എൻ്റെ 4ാമത്തെ സഹോദരൻ. അതും ഞാൻ വചനത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ സുസനാന്റി കണ്ട എൻ്റെ സഹോദരൻ എൻ്റെ 6 ആങ്ങളമാരിൽ 4ാമത്തെ ആളാണ്. ആ ആളെയാണ് എൻ്റെ അമ്മ കർത്തൃവേലയ്ക്ക് വേണ്ടി ചെറിയ പ്രായത്തിലെ സമർപ്പിച്ചത്. പക്ഷേ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ അവരാരും വിശ്വാസത്തിലായിരുന്നില്ല. മർത്തോമ ഇതിലൊക്കെ ആയിരുന്നുവെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് IPC ചർച്ചിൽ പോകുകയും ഒക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാലും കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചിരുന്നില്ല. എൻ്റെ ആങ്ങളമാരിൽ ആരും വിശ്വാസത്തിലോ പള്ളിയിൽ പോകുന്നവരോ ആയിരുന്നില്ല. അപ്പോൾ എന്നെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകുമെന്ന് പറയുമ്പോഴൊക്കെ എൻ്റെ അമ്മ പറയുമായിരുന്നു, അത്രയും ദൂരമൊന്നും പോകണ്ട, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ സുവിശേഷം പറഞ്ഞാൽ മതിയല്ലോ, കേരളത്തിലും ഉണ്ടല്ലോ ഇനി സുവിശേഷം കേൾക്കാത്ത ആള് എന്നൊക്കെ പറയുമായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ, ഞങ്ങൾ കുമ്മനാട് വന്നതിന് ശേഷമാണ് തട്ടേക്കാട് എന്ന് പറയുന്ന ചർച്ചിൽ ഒരു ദേവദാസൻ ഒരിക്കൽ വചനം പറയാനായിട്ട് വന്നത്. തട്ടേക്കാട് IPCയിൽ ഞങ്ങൾ മെമ്പേഴ്സ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ കുമ്മനാട് ഹെബ്രോനിലാണ്. അപ്പൊ അദ്ദേഹം അമ്മയോട് ചോദിച്ചു, ഈ മകളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മകനെയാണ് സമർപ്പിച്ചത്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, മകൻ എന്തായാലും റെഡി അല്ലല്ലോ, അപ്പം മകള് സ്വയം സമർപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആളെ ഇനി തടയരുത്, വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ഇപ്പോഴും എൻ്റെ ആങ്ങളയോട് പറയും, ഇപ്പൊ എൻ്റെ അമ്മയെ നോക്കുന്നത് എൻ്റെ 4ാമത്തെ ആങ്ങളയാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തമാശക്ക് പറയാറുണ്ട്, സമർപ്പിച്ചതല്ലായിരുന്നോ, നേരത്തെ അങ്ങ് പോയിരുന്നെങ്കിൽ ഞാൻ അമ്മയെ നോക്കിയേനെയായിരുന്നു എന്ന് പറഞ്ഞ് ഇടയ്ക്ക്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ എത്ര വിചിത്രമാണെന്ന് ഞാൻ ഓർക്കാറുണ്ട്. ആള് സമർപ്പിച്ചു പോയില്ല, അപ്പൊ ഞാൻ ഇന്ന് കർത്തൃവേലയിലാണ്, ആൾ എൻ്റെ അമ്മയെ നോക്കിയാണ്. അപ്പം വളരെ സന്തോഷത്തോടു കൂടെയാണ് എൻ്റെ അമ്മയെ നോക്കുന്നതൊക്കെ. ദൈവം എങ്ങനെയാണ് നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ കാണുന്നത്, എങ്ങനെയാണ് നമ്മളെ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു മാസ്റ്റർ ഡിസൈനിലാണ്, അല്ലെ? ദൈവത്തിന്റെ ഒരു മാസ്റ്റർ ഡിസൈനാണ്. ദൈവത്തിന്റെ വിളിക്കപ്പെടുക, തിരഞ്ഞെടുക്കപ്പെടുക എന്നതൊക്കെ ദൈവത്തിന്റെ ഡിസൈനിലാണ്. അതിനോട് റെസ്പോണ്ട് ചെയ്യുക, അനുസരിക്കുക, പുറപ്പെടുക, പോകുക എന്നുള്ളതും നമ്മുടെ ഫ്രീ വില്ലാണ്. ആ ഒരു പശ്ചാത്തലമാണ് ഈ യെശയ്യാ പ്രവചനത്തില് ഉള്ളത്. 61 അധ്യായം വരുമ്പോഴത്തേക്കും നാം ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യെശയ്യാ പ്രവചനം ഒറ്റ ഒരാളല്ല എഴുതിയത്, 2 പേരാണ്, 3 പേരാണെന്നൊക്കെയുള്ള തിയോളജിക്കൽ ഡിസ്കഷൻ ഉണ്ട്. അതിനകത്തൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇത് എഴുതിയിരിക്കുന്നത് ഈ 61 അധ്യായം 60, അതായത് ഒരു 40 മുതലുള്ള അധ്യായങ്ങള് ഒരു 2ാം പുസ്തകം പോലെയാണ്. 39 അധ്യായം ഒരു പഴയ നിയമത്തിന്റെ ഒരു ടേസ്റ്റും, 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങള് പുതിയ നിയമത്തിന്റെ ഒരു ടേസ്റ്റുമുള്ള ഒരു രീതിയിലാണ് ഇതിന്റെ ഭാഷയും വചനവും ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോ 61 അധ്യായം എഴുതിയിരിക്കുന്നത് ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് തിരിച്ച് സ്വദേശത്തേക്ക് മടങ്ങി വന്ന യഹൂദ ജനത്തിനു വേണ്ടി എഴുതിയിരിക്കുന്ന ഭാഗമാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം അവരുടെ അവസ്ഥ എന്താണ്, ബാബിലോണിയ പ്രവാസത്തിൽ പോകാനുണ്ടായ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ എല്ലാവരും വചനത്തിൽ നല്ല പ്രാവീണ്യമുള്ളവരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാല് ഒന്ന് നമുക്ക് തിരിഞ്ഞു ചിന്തിക്കാനായിട്ട്, ഈ ജനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനം, തെരഞ്ഞെടുക്കപ്പെട്ട ജനം, മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് പെസഹ ആചരിച്ച് വിടുവിക്കപ്പെട്ട് സീനായ് പർവ്വതത്തിന്റെ ചുവട്ടിൽ വെച്ച് ദൈവം ഒരു പ്രത്യേക ഉടമ്പടിയിലെ തനിക്ക് സ്വന്തമായിട്ട് ചേർത്ത് വെച്ച ഒരു ജനം. ആ ഉടമ്പടിയിൽ പറയുന്ന എന്താണ്, നിങ്ങൾ എനിക്ക് സ്വന്തം ജനമാണ്. പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. ദൈവം ആ ഉടമ്പടിയിലൂടെ ഇസ്രായേൽ, അബ്രഹാം എന്ന ഒരു വ്യക്തിയോടല്ല, യാക്കോബ് എന്ന ഒരു വ്യക്തിയോടല്ല, ഇസ്രായേൽ എന്ന വീണ്ടെടുക്കപ്പെട്ട
അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ട ഒരു ജനത്തോട് ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷിലായിട്ട് വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ട്രഷേർഡ് പൊസഷൻ എന്നാണ്. പ്രത്യേക സമ്പത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഫുൾനെസ്, ആ ഒരു റിച്ച് മീനിങ് വരുന്നില്ല. ട്രഷേർഡ് പൊസഷൻ എന്ന് പറയുമ്പോൾ എന്തുവാ? നമ്മൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കരുതുന്ന നമ്മുടെ ധനത്തിനെയാണ് പറയുന്നത് ട്രഷേർഡ് പൊസഷൻ. നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ പറയും ട്രഷർ ആണെന്ന്, അല്ലെ? നമ്മൾ ഏറ്റവും വിലയേറിയതായിട്ട് കാണുന്ന നമ്മുടെ പൊസഷനെയാണ് ട്രഷേർഡ് പൊസഷൻ എന്ന് പറയുന്നത്. പ്രത്യേക സമ്പത്തായിരിക്കും. പിന്നെ പറയുന്നത്, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജത്വവും റോയൽ പ്രീസ്റ്റ്ഹുഡ്, വിശുദ്ധ ജനവുമാകുന്നു, ഹോളി നേഷൻ. അപ്പം ഈ പദവികൾ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രിവിലേജസും ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അതായത് അവർക്ക് കൊടുത്തിരിക്കുന്ന സൗഭാഗ്യങ്ങളും ഉണ്ട്, ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. ഈ ഉടമ്പടിയിൽ ആ സൗഭാഗ്യം എന്താണ്? നിങ്ങൾ എനിക്കൊരു ട്രഷേർഡ് പൊസഷൻ ആണ്. അവരെന്തെങ്കിലും ആയിട്ടല്ല, ഏതെങ്കിലും അവർക്ക് മെറിറ്റ് ഉണ്ടായിട്ടല്ല, പക്ഷെ ദൈവം തന്റെ കരുണയിലും സ്നേഹത്തിലും അവരെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ എനിക്ക് വിലയേറിയവരാണ്, മാന്യരാണെന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് ആണ്. എന്നാൽ ആ പ്രിവിലേജിനോട് കൂടി ചില ഉത്തരവാദിത്വങ്ങളും കൂടെ കൊടുക്കുന്നുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്വം? നിങ്ങളൊരു പുരോഹിത രാജ്യത്വമാണ്, റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ്. പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഉത്തരവാദിത്വമാണ്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും മധ്യേ നിൽക്കുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് ഇസ്രായേൽ ആസ് എ നേഷൻ ഈ ദേശത്തിന് ദൈവം കൊടുത്തിരിക്കുന്നത്. ഇനി ആ ഉത്തരവാദിത്തോടു കൂടെ അവർക്ക് ചെയ്യേണ്ടതായ, അവർ ജീവിക്കേണ്ട ഒരു പ്രാക്ടിക്കൽ ലൈഫ് എങ്ങനെയായിരിക്കണം? നിങ്ങൾ ഒരു ഹോളി നേഷൻ ആയിരിക്കണം, വിശുദ്ധ ജനമായിരിക്കണം എന്നുള്ള നിങ്ങൾക്ക് അപ്പൊ ഈ ഉടമ്പടിയുടെ കീഴിൽ വന്നു കഴിഞ്ഞാലുള്ള അവരുടെ സൗഭാഗ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ ഇത് അനുഭവിക്കേണ്ടതിന് അവർ ചെയ്യേണ്ട കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? 5-ാം വാക്യത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഈ പ്രത്യേക സമ്പത്തും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും ഒക്കെ എങ്ങനെയാകുന്നത്? ആകണമെങ്കിൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കണം. ഇതൊരു കണ്ടീഷണൽ കവനന്റ് എന്നാണ് പറയുന്നത്. അതിനൊരു ഉടമ്പടി, ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ വെച്ചാണ്. അല്ല, ഇതുവരെയും അബ്രഹാമിനോടൊക്കെ ദൈവം ചെയ്ത ഉടമ്പടിയിൽ ഈ ഒരു കണ്ടീഷൻ ഇല്ലായിരുന്നു. പക്ഷെ കണ്ടീഷൻ ഇല്ലായിരുന്നു എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കുക, വാക്ക് ബിഫോർ മീ ബ്ലെയിംലെസ്, നിർദോഷമായിട്ട് നിഷ്കളങ്കനായി നടക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു നടക്കുക എന്ന് പറയുന്നത് നടന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ടെൻസിലാണ് ദൈവം അത് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഒരിക്കൽ നടക്കുക എന്നോ ഒരിക്കൽ ഫേസ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതം മാറി മറിഞ്ഞൊരു ആ ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. കർത്താവിന്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ നടന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്താൽ, ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾ എനിക്ക് വളരെ പ്രേഷ്യസ് ആയിരിക്കും, നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും, രാജകീയ പുരോഹിത അല്ലെ പുരോഹിത രാജ്യത്വമായിരിക്കും, വിശുദ്ധ ജനമായിരിക്കും എന്ന് പറയുന്നു. എന്നാല് ഞാൻ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തുടർന്ന് ഒരു 2 രാജാക്കന്മാർ വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇസ്രായേല് തങ്ങളുടെ വിളിയിൽ നിന്നില്ല, അവർ നിലനിന്നില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ അങ്ങനെ നിൽക്കാത്ത ആ ജനത്തെ വാൺ ചെയ്യാനായിട്ട് അവർക്ക് എന്താ പറയുന്നത്, പ്രവാചകന്മാരെ ദൈവം അയച്ചു. പ്രവാചകന്മാരെ ദൈവം അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. വളരെയധികം ദൈവം ദീർഘക്ഷമയുള്ളവനാണെന്ന് നാം മനസ്സിലാക്കുന്ന ഇസ്രായേലിയരുടെ ചരിത്രം പഠിക്കുമ്പോഴാണ്. ദീർഘക്ഷമയുള്ളവനാണെന്ന്. എത്ര പ്രവാചകന്മാരെ തലമുറകളായിട്ട് പ്രവാചകന്മാരെ വിട്ടു പറഞ്ഞു, എങ്കിലേക്ക് മടങ്ങി വരിക. ആ മടങ്ങി വരിക എന്നുള്ള വാക്കിന് എന്താണ് ആ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന പുതിയ എബ്രായ ഭാഷയിലുള്ള വാക്കെന്ന് പറയുന്നത്, നിങ്ങളെ അബ്രഹാമിനോട് പറഞ്ഞ എന്റെ മുൻപാകെ നിഷ്കളങ്കനായി നടക്കുക, അതുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു വാക്കാണ്. അതായത് എന്റെ മുമ്പാകെ, എന്റെ മുഖത്തിന് മുൻപാകെ, ഫേസ് മീ. ഇപ്പൊ നമ്മള് എന്റെ മുഖത്തേക്കായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ നോക്കിയിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത്.
ഇങ്ങനെ ആയിരിക്കണം നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നാണ് ദൈവം പറഞ്ഞത്. എന്നാൽ ഇസ്രായേലില് പഴയ നിയമം വായിച്ചിട്ടുള്ള നമുക്ക് പലപ്പോഴും പല പ്രവാചക പുസ്തകങ്ങളിലും വായിച്ചു കേട്ടിട്ടുള്ള ഒരു ഫ്രേസ് ആണ്, അവർ തങ്ങളുടെ പുറം തിരിച്ചു, അല്ലെ, ദ ടേൺഡ് ദെയർ ഫേസ് അഗൈൻസ്റ്റ് മീ, എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് അവരുടെ മുഖം തിരിച്ചു എന്ന് കാണാം. അപ്പം എന്നെ ഫേസ് ചെയ്യുന്നതിന് പകരം, മുഖത്തോട് മുഖം ചേർന്ന് നടക്കുന്നതിന് പകരം എനിക്കെതിരെ അവർ തങ്ങളുടെ പുറം തിരിച്ച് അന്യദേവന്മാർക്ക് ധൂപം കാണിക്കുകയും അനാഥരുടെയും വിധവമാരുടെയും ന്യായം മറിച്ചു കളയുകയും, ന്യായത്തെ മറിച്ചു കളയുക, അവരെ ഓർക്കാതിരിക്കുക, അങ്ങനെയുള്ള ദൈവത്തിന്റെ സ്വഭാവത്തിന് വിരോധമായുള്ള സ്വഭാവത്തിൽ നടന്ന ഇസ്രായേലിയരെ ദൈവം ഒരു സമയമായപ്പോൾ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കളഞ്ഞു. ആദ്യമൊക്കെ ന്യായാധിപന്മാരുടെ കാലത്ത് നാം കാണാം, അവരുടെ അയൽ രാജ്യങ്ങളൊക്കെ വന്ന് ആക്രമിച്ച് 20 വർഷം 40 വർഷമൊക്കെ അവരുടെ ഒപ്രഷനിലായിരുന്നു. അവർ ദേശത്ത് തന്നെയായിരുന്നു, പക്ഷെ ശത്രുവിന്റെ കൺട്രോളിലായിരുന്നു. അത് കഴിയുമ്പോൾ ദൈവം ഒരു ലീഡറെ എഴുന്നേൽപ്പിക്കും, ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കും, അവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് അവരെ വിടുവിക്കും. കുറച്ച് നാളത്തേക്ക് പിന്നെ പീസ്, അവർക്ക് സമാധാനം ഉണ്ടാകും. എന്നാൽ കാലങ്ങൾ കഴിയും തോറും ഇവരുടെ മത്സരവും മത്സരിക്കാതിരിക്കുന്ന തീർച്ചയായിട്ടും അവരങ്ങ് മത്സരികളായി എന്ന് പറഞ്ഞാൽ റിബല്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആയപ്പോൾ ദൈവം അവരോട് പറഞ്ഞിരുന്നു, ദേശം നിങ്ങളെ ഉമ്മിണ്ണ് കളയുമെന്ന്. ദ ലാൻഡ് വിൽ വൊമിറ്റ് യു, ഛർദ്ദിച്ച് കളയും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപം ദേശത്തിന് വഹിക്കാതായി കഴിയുമ്പോൾ, അങ്ങനെയാണ് കനാനിയരെ നീക്കിക്കളഞ്ഞത്, അല്ലെ? 7 ജാതികളെ നീക്കിക്കളഞ്ഞത് അവരുടെ പാപം നിമിത്തമാണ്. എന്നാൽ ആ വാഗ്ദത്ത ദേശം അവകാശമാക്കി കഴിഞ്ഞ് അതേ ജാതികളെ പോലെ അവരും ബിഹേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ദേശം അവരെ ഉമിണ്ണ് കളഞ്ഞു. അങ്ങനെ നാം വായിക്കുന്ന 2 രാജാക്കന്മാരുടെ പുസ്തകം 24-ാം അധ്യായം വായിക്കുമ്പോൾ നെബൂഖദ്നേസരും തന്റെ അകമ്പടി നായകനും ആ സൈന്യവും എല്ലാം വന്നിട്ട് ആ യെരൂശലേമിനെയും യഹൂദ ദേശത്തെയും എപ്രകാരം അവർ ചുട്ടുകളഞ്ഞു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. യഹോവയുടെ ആലയവും ദേശത്തെ ന്യായാധിപന്മാരല്ലേ, ലീഡേഴ്സ്, നോബിൾസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ വീടുകളെ ചുട്ടുകളഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ സമ്പത്തിനെ കൊള്ളയടിച്ച് ദൈവത്തിന്റെ ആലയത്തിൽ ശലോമോൻ രാജാവ് വെച്ചിരുന്ന സ്വർണം, വെള്ളി, താമ്രം, ഇങ്ങനെയുള്ള സകല പ്രഷ്യസ് മെറ്റലുകൾ എല്ലാം എടുത്ത് അവർ ബാബിലോണിലേക്ക് കൊണ്ടുപോയതായിട്ട് നമുക്ക്, ദേശം വല്ലാത്ത ശൂന്യമായി പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അങ്ങനെ യിരെമ്യാ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് 7 വർഷം പ്രവാസത്തിലായിരുന്ന കോരശിന്റെ സമയത്ത്, കോരശിന്റെ കൽപ്പന പ്രകാരം തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് സെരുബാബലിന്റെയും എസ്രയുടെയും നെഹമ്യാവിന്റെയും ലീഡർഷിപ്പിൽ അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണാം. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നെഹമ്യാവ് അർത്ഥശിഷ്ട മഹാരാജാവിന്റെ കപ്ബേററായിട്ട്, പാനപാത്രവാഹകനായിട്ട് ജോലി ചെയ്യുകയാണ്. ആ സമയത്ത് തന്റെ കസിന് അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ ആ ദേശത്തേക്ക് പോയിരിക്കുന്ന ജനം എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവരോട് അത് പറയുന്നത് കേട്ടപ്പോൾ നെഹമ്യാവിന്റെ ഹൃദയം നുറുങ്ങിപ്പോയി. എന്താണ് പറഞ്ഞത്? ആ ദേശത്തിലെ ജനം മഹാകഷ്ടത്തിലായിരിക്കുന്നു, മഹാകഷ്ടത്തിൽ, ദേ ആർ ഇൻ ഗ്രേറ്റ് ട്രബിൾ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അവർ ആരായിരുന്നു? ദൈവം ഉടമ്പടി ചെയ്ത ജനം, വിലയേറിയവരും മാന്യരുമാക്കി തീർത്ത ജനം, രാജകീയ പുരോഹിത വർഗമാക്കി തീർത്ത ജനം, വിശുദ്ധ ജനമായിട്ട് ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ജനം. എന്നാൽ ശത്രുവിനാൽ മെതിച്ചു കളയപ്പെട്ട് ചുട്ടരിക്കപ്പെട്ട ഒരു ദേശം അങ്ങനെ മഹാകഷ്ടത്തിലായിരിക്കുന്നത്. യെരൂശലേമിന്റെ മതിലുകളൊക്കെ തീ വെച്ച് ചുട്ടുകിടക്കുകയാണെന്ന് കേട്ടപ്പോൾ അവർ സംരക്ഷിക്കപ്പെട്ട ഒരു ജനമാണ്. എന്നാൽ ഇന്നത്തെ അവരുടെ അവസ്ഥ വളരെ മോശമായിരിക്കുന്നു പറയുമ്പോൾ ഈ നെഹമ്യാവ് താൻ വളരെ സുരക്ഷിതമായ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും തന്റെ ജനത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ ഇടംപാട് വീണ് തന്റെ പിതാക്കന്മാരുടെ പാപത്തെ ഏറ്റുപേക്ഷിച്ച് നെടുവീർപ്പ് കരഞ്ഞ് ഉപവാസത്തോടെ ഇരുന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം തന്റെ ഫേവറിൽ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് അവിടെ അല്ല എൻ്റെ ചിന്താവിഷയം. എന്നാല് ഇങ്ങനെ ആയിരിക്കുന്ന ഒരു ജനത്തോട് പ്രവാചക ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഈ പറയുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. പ്രവാചകനിലൂടെ ദൈവം പറയുവാണ്,
എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എംപവർ ചെയ്യപ്പെട്ട ഒരു പ്രവാചക ശബ്ദമാണ് നാം ഇവിടെ കേൾക്കുന്നത്. എന്തിനാണ് ആ എംപവർമെന്റ്? എന്തിനാണ് ആ അഭിഷേകം പ്രാപിച്ചത്? ആ അഭിഷേകം പ്രാപിച്ചത് പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യവും ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച് ആ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി മാത്രമല്ല. പിന്നെ എന്തിനു കൂടിയാണ്? ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ! എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അത്. ഈ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനത്തിന്റെ അതേ അവസ്ഥയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെ? അവര് ഹൃദയ നുറുക്കത്തിലാണ് ആയിരിക്കുന്നത്, തകർന്നിരിക്കുകയാണ്, ബദ്ധന്മാരായിട്ട്. എന്ന് പറഞ്ഞാൽ ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നെങ്കിലും അവരിപ്പോഴും പലതരത്തിലുള്ള പ്രവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പലതരത്തിലുള്ള ബന്ധനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സാമ്പത്തികമില്ല, വീടുകളില്ല താമസിക്കുവാന്, അവരുടെ സുരക്ഷാ മതിലില്ല. അവരുടെ തലമുറകളുടെ അവസ്ഥ വലിയ വലിയ പരിതാപകരമാണ്. ഭാവിയെ നോക്കുമ്പോൾ ശൂന്യത മാത്രമാണ് അവരുടെ മുൻപിലുള്ളത്. ഈ അവസ്ഥകളെല്ലാം കണ്ടിട്ട് അവരുടെ ഉള്ളിലുള്ള ദൈവജനമെന്നുള്ള ആ ഒരു സന്തോഷം തന്നെ പോയിരിക്കുകയാണ്. വിലാപം അല്ലാതെ സ്തുതി എന്നൊരു വാക്ക് അവരുടെ എന്ത് കണ്ടിട്ട് സ്തുതിക്കുവാനാണ്? എന്ത് കണ്ടിട്ടാണ് യഹോവ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് ഒരിക്കൽ പാടിയ ജനം ഇന്ന് അങ്ങനെ പാടാൻ കഷ്ടപ്പെടുകയാണ്? കാരണം നോക്കുന്നിടത്തൊക്കെ ശൂന്യതയെ കാണുന്നുള്ളൂ. നോക്കുന്നിടത്തൊക്കെ ചുട്ടും കരിഞ്ഞ് ചാരമായിരിക്കുന്ന അവസ്ഥയെ കാണുന്നുള്ളൂ. സ്തുതി എന്ന വാക്ക് അവരുടെ വായിൽ നിന്ന് വരാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ആയിരിക്കുന്നത്. ഇങ്ങനെ ഒരവസ്ഥയിലല്ല ഈ ദൈവജനമായിരിക്കേണ്ടത് എന്ന് നന്നായി അറിയാം. എന്നാൽ ഈ ശൂന്യതയെ തന്നെ നോക്കിയാണ് പ്രവാചകൻ പറയുന്നത്, യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും വാക്കുകളല്ല, ഇത് സംഭവിക്കുവാൻ പോവുകയാണ്. ദൈവം മടക്കി കൊണ്ടുവന്ന ജനത്തെ, ദൈവം വീണ്ടെടുത്തു കൊണ്ടുവന്ന ജനത്തെ, വിടുവിച്ചു കൊണ്ടുവന്ന ജനത്തിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. അവരെന്താകും? അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലയെന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയും. ഇപ്പോൾ ശൂന്യതയിലായിരിക്കുന്ന ഈ ജനത്തോട് എങ്ങനെയാണ് അവർക്ക് ചിന്തിക്കാൻ പറ്റുക? പുരാതന ശൂന്യങ്ങളെ പണിയുമെന്ന്. സ്വന്തമായിട്ട് ശൂന്യമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ ശൂന്യതയെ പണിയുന്ന എങ്ങനെയാണ് ഇവര്? എന്നാൽ യഹോവയുടെ ആത്മാവിന്റെ അഭിഷേകം പകർന്ന് തന്നു കഴിയുമ്പോൾ അത് ദേശത്തിന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. നമ്മളുടെ ശൂന്യത മാറും. ആ ശൂന്യതയെ, മറ്റുള്ളവരുടെ ശൂന്യതയെ പണിയുവാൻ ദൈവത്തിന്റെ ജനത്തെ ഉപയോഗിക്കും എന്നുള്ളതിന്റെ വളരെയധികം ഒരു തെളിവാണ് ഈ കാണുന്നത്. എൻ്റെ ജീവിതത്തില് 2012-13 കാലഘട്ടത്തില് വളരെ പ്രതിസന്ധികൾ. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർ സയക്സിൽ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വളരെയധികം പ്രതിസന്ധികൾ, ആരോഗ്യപരമായിട്ട് സാമ്പത്തികമായിട്ട് എല്ലാ നിലയിലും തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാ ദിവസവും രാത്രി 12 മണിയാകുമ്പോൾ കർത്താവിനെ എഴുന്നേൽപ്പിക്കും. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ 12 മണി കഴിഞ്ഞ് ഉറങ്ങാറില്ല. ചില സമയത്ത് 11 മണിക്ക് ഉറങ്ങിയാലോ ആ 12 മണിയാകുന്ന സമയത്ത് അവിടെ തന്നെ പഠിക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും. ചില സമയത്ത് എനിക്ക് ദൈവത്തോട് ഞാൻ പിറുപിറുത്ത് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ പിറുപിറുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കർത്താവ് എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല, ഞാൻ അവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കും? എനിക്കൊരു മാറ്റം കണ്ടാലല്ലേ ഞാൻ അവർക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അവർക്ക് വേണ്ടിയും പ്രവർത്തിക്കുമെന്ന് പറയാനുള്ള ഒരു ഉണ്ടാവുകയുള്ളൂ. ഒരു രാത്രിയില് കർത്താവിനെ എഴുന്നേൽപ്പിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 1:30 മണിയായ സമയത്താണെന്ന് തോന്നുന്നു. അവിടെയുള്ള മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിനോട് പറഞ്ഞു. എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുറച്ചു നേരം ഇരുന്ന് ആ പെൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു 19-20 വയസ്സാകണം തോന്നുന്നു ആ കുഞ്ഞിനന്ന്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യില് അന്ന് 1000 രൂപ ഞങ്ങൾക്ക് ആകെ ഉള്ളൂ.
1000 രൂപ. ഈ പൈസ ആ കുഞ്ഞിന് കൊടുക്കാനായിട്ട്. പക്ഷെ ഇന്ന് ഞാൻ ആളുടെ പേര് പറയുന്നില്ല. ഇന്ന് തിയോളജിക്കൽ സർക്കിളിലെ ATA വളരെ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ മകളാണ്. അപ്പം അന്നും അവര് നല്ല നിലയിൽ നിൽക്കുന്ന, കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഈ ഞാന് ഒന്നുമല്ലാത്ത ശൂന്യമായിരിക്കുന്ന ഈ 1000 രൂപ അവർക്ക് കൊണ്ടു കൊടുത്താൽ അത് അവർക്ക് അപമാനം ആയി വരില്ല. മീൻസ് എന്താ, ഹു ആർ യു ടു ഗിവ് മീ ദിസ് എന്നുള്ള ഒരു ചിന്ത വരാൻ സാധ്യതയുള്ള ഒരു പെങ്കൊച്ചാണ്. എന്നോട് അങ്ങനെ മിണ്ടുകയൊന്നുമില്ല. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പപ്പയാണെങ്കിൽ വലിയ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരാൾ, അതിന്റെ ഒരു നമുക്കുണ്ടല്ലോ മാനുഷ്യമായിട്ട് ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുമല്ലോ, അതിന്റെ ഒരു ഗമയായിരിക്കാം ഒരു പക്ഷെ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു പെങ്കൊച്ചാണ്. ഞാൻ അധികം മിണ്ടിയിട്ടില്ല, ഹായ് ഹലോ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ പിറ്റേ ദിവസം ഞാൻ ആ കുഞ്ഞിന്റെ അടുത്ത് ചെന്നു, മോളെ, ദൈവം എനിക്ക് നിന്നെ കുറിച്ച് ഇങ്ങനെ ഒരു വചനം തന്നു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് രാത്രിയിൽ തോന്നി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പൈസയും, എനിക്കറിയില്ല, ഡോണ്ട് ഫീൽ ബാഡ്, മോളൊന്നും ചിന്തിക്കരുത്, പക്ഷെ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തു. അധികം സംസാരിക്കുന്ന ഒരു കുഞ്ഞല്ല. അവളെ പെട്ടെന്ന് എൻ്റെ അടുത്തുനിന്ന് താങ്ക് യു പറഞ്ഞു പോയി. പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നോട് ദൈവം, എൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ, എന്നെ ദൈവത്തിന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ദൈവം എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിച്ചിരുന്ന ഒരു സമയത്ത് ദൈവം എനിക്ക് തന്ന ഒരു കൺഫർമേഷൻ ആണ്, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഒബീഡിയന്റ് എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞു പോയി. എന്താണ് അവളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്റെ പ്രിയ സഹോദരിമാരെ, ചിലപ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് നാം പ്രതീക്ഷിക്കാത്ത ആൾക്കാരിലേക്ക് ഒരു ചെറിയൊരു വചനം, ഒരു ചെറിയ വെളിച്ചം, ഒരു ടോർച്ചിന്റെ വെളിച്ചം ഒന്ന് തെളിച്ചു കൊടുക്കുന്നതിലായിരിക്കും. അവർക്ക് മുന്നോട്ടുള്ള വഴി വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കും. ദൈവം കാണിച്ചു കൊടുക്കുന്ന ഒരു ചെറിയ തുടക്കമായിരിക്കും നാം കാണിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള അവസരത്തില് നാം പിന്മാറിപ്പോകാതെ നോക്ക്, ഈ പ്രവാചക ശബ്ദം പോലെ നമ്മുടെ നാവായിട്ട് തീരട്ടെ. കർത്താവേ, അങ്ങ് തരുന്ന വചനത്തെ ഞാൻ സംശയിക്കാതെ, അങ്ങ് തരുന്ന പ്രോംപ്റ്റിങ്സ്, പരിശുദ്ധാത്മാവിന്റെ പ്രോംപ്റ്റിങ്സ്, ചിലപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ നഡ്ജ് ചെയ്യും, നമ്മളോട് പറയും ഇന്ന കാര്യം ചെയ്യാൻ പറയും. നമ്മൾ അന്നേരം, ഞാൻ ആരാ കർത്താവേ ഇത്രയും ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു വചനം അയച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ അവർക്ക് ഒരു 500 രൂപ കൊടുക്കാനോ ഞാൻ ആര്? ഈ 500 രൂപ കൊണ്ട് അവർക്ക് എന്ത്? ഞാൻ 500 രൂപ ഒരു ഉദാഹരണം പറഞ്ഞ, അവർക്ക് എന്ത് സംഭവിക്കാനാണ്? ദൈവം ഒരു കൺഫർമേഷന് വേണ്ടി ആയിരിക്കാം നമ്മെ ഉപയോഗിക്കുന്നത്. അവിടെ സംശയിച്ച് നിൽക്കാതെ, ദൈവത്തിന് ആ സമയത്ത് ഒരു പക്ഷേ ടിജി സിസ്റ്റർ നിങ്ങളെ ഉള്ളായിരിക്കും കേട്ടോ, ആ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ നിങ്ങളെ ഉള്ളായിരിക്കും അവൈലബിൾ ആയിട്ട്. ഒരു പക്ഷെ സൂസനാന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ദാണ്ടെ എൻ്റെ അനിത ജിപ്സൺ, ഞങ്ങളൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. നിങ്ങളായിരിക്കാം ഒരു പക്ഷെ ആ സമയത്ത് അപ്പന്റെ കയ്യിലെ ഉപകരണമായിട്ട് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയുള്ള അവസ്ഥയെ നഷ്ടപ്പെടുത്തി കളയരുത്. അത് അവർക്ക് മാത്രമല്ല, പറയുന്ന നമുക്കും അനുഗ്രഹമായി തന്നെ തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ തലമുറയില് നാം ആയിരിക്കുന്നിടത്തോളം കാലം, നമുക്ക് ശ്വാസമുള്ളിടത്തോളം കാലം, നമുക്ക് നാവുള്ളിടത്തോളം കാലം ആ ദൈവത്തിന്റെ ശബ്ദമായി മാറാൻ, ആ ദൈവത്തിന്റെ കരങ്ങളായി മാറാൻ, ആ ദൈവത്തിന്റെ ദൃഷ്ടിയായി മാറാൻ, ആ ദൈവത്തിന്റെ നാവായിട്ട് മാറാൻ, ആ ദൈവത്തിന്റെ കാലായിട്ട് മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതിനു വേണ്ടിയായിട്ടാണ് ദൈവം നമ്മെ ഈ സമയത്ത് ആക്കി വെച്ചിരിക്കുന്നത്. ഫോർ സച്ച് എ ടൈം ആസ് ദിസ്. എസ്തേറിനോട് പറയുന്നത് പോലെ, ഫോർ സച്ച് എ ടൈം ആസ് ദിസ്, ഇങ്ങനെയുള്ള ഒരു സമയത്തിനായിട്ടാണ് നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്, നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നത്. അത് സലാലയിലാകട്ടെ, സൗദിയിലാകട്ടെ, കേരളത്തിലാകട്ടെ, ജാർഖണ്ഡിലാകട്ടെ, എവിടെയാകട്ടെ, നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ നാവായിരിക്കാനാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ പ്രവാചകന് പറയാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തെ നോക്കിയിട്ടാണ് പറയുന്നത്, യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, എനിക്ക് പറയുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. എന്തിനാണ്? നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുവാണെന്ന് എനിക്കറിയാം, ഇപ്പോഴും ബന്ധനത്തിൽ ഇരിക്കുന്നത് പോലെയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിൽ എന്നേക്കും ഇരിക്കുകയില്ല. മുറികെട്ടുവാൻ ഒരുവൻ വരുന്നുണ്ട്, വിടുവിക്കുവാൻ ഒരു വരുന്നുണ്ട്, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ ഒരുവൻ വരുന്നുണ്ട്. എനിക്കത് പറയാതെ നിർവാഹമില്ല. നിങ്ങളുടെ തകർന്ന വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട
അവൻ അണിയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. അവരെങ്ങനെ ആക്കി വെച്ചിരിക്കുമെന്ന് എനിക്ക് ആ ഓരോ വാക്യങ്ങളായിട്ട് പറഞ്ഞു പോകാൻ നമുക്ക് സമയമില്ലല്ലോ. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കും. ഹല്ലേലൂയ. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. ഹല്ലേലൂയ. യെശയ്യാവ് 51-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന നിത്യാനന്ദം അവരുടെ തലമേലിരിക്കും എന്നാണ്. നിത്യാനന്ദം അവരുടെ തലമേലിരിക്കും. എന്തൊരു ആ ലാംഗ്വേജ്, എന്തൊരു മീനിങ് ഉണ്ടെന്നറിയാമോ? ഒന്ന് ഓർത്തു നോക്കിയേ. ഇപ്പോഴവരെങ്ങനെയാണ് ആയിരിക്കുന്നത്? അവരെ യെരൂശലേമിൽ നിന്ന് പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചങ്ങലക്കിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. ഒരു വളരെ നീളമുള്ള ചങ്ങനയാൽ അവരുടെ കാലുകളെ തമ്മിൽ കൂട്ടി കെട്ടുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇങ്ങനെ പഴയ ഈ പാറയിലൊക്കെ ഇൻസ്ക്രൈബ് വെച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഓടിപ്പോകരുത്. അവരുടെ നെറ്റിമേൽ മുദ്രയിടുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ, അടിമകളാണെന്ന്, അല്ലെങ്കിൽ ക്യാപ്റ്റീവ്, വാർ ക്യാപ്റ്റീവ്സ് ആണെന്ന്, യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരാണെന്നുള്ള ആ ഒരു മുദ്ര അവരുടെ മേലുണ്ട്. ലജ്ജയും അപമാനവും നിറഞ്ഞവരായി. അതുപോലെ തന്നെ നിങ്ങളുടെ ദൈവം എവിടെ? ഇത്രയും നാളും ഈ ദൈവത്തിന്റെ ജനമാണെന്ന് പറഞ്ഞിട്ട് എവിടെ? ഇപ്പൊ എന്തിയെ എന്ന് ചോദിക്കുന്ന അവസ്ഥ. അങ്ങനെ ലജ്ജയും നിന്ദയും അപമാനവും നിറഞ്ഞ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് നാണത്തിന് പകരം ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. ഇറ്റേണൽ ജോയ് എന്ന് പറഞ്ഞാൽ ഈ നിത്യാനന്ദം അവരുടെ തലമേൽ ഒരു ക്രൗണ് വെക്കുന്ന പോലെ, രാജ കിരീടിക്കുന്നത് പോലെയാണ് ഈ സന്തോഷം. ഇപ്പോഴുള്ള വിഷണ്ണ മനസ്സൊക്കെ മാറിയിട്ട്, എൻ്റെ പ്രിയമുള്ളവരെ, ഈ നിത്യ ആനന്ദം എന്ന് പറയുന്ന, ഇറ്റേണൽ ജോയ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഹാപ്പിനെസ് അല്ല. നമുക്കൊരു ഐഫോൺ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ വീട് കിട്ടുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് അല്ല. ഏത് തിരമാല വന്നാലും, ഏത് തീയിലിട്ട് കളഞ്ഞാലും, ഏത് കഷ്ടതയുടെ നടുവിൽ വന്നാലും, എൻ്റെ അപ്പൻ തന്നു, എൻ്റെ അപ്പൻ എടുത്തു, എൻ്റെ അപ്പന്റെ നാമം മഹത്വപ്പെടുമെന്ന് പറയുവാനുള്ള ആ ധൈര്യം ഉണ്ടല്ലോ, ആ സന്തോഷം ഉണ്ടല്ലോ, ആ സ്തുതിക്കുവാനുള്ള ആ ഒരു ഇതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടല്ലോ, അതിനാണ് പറയുന്നത് ജോയ്, ആനന്ദം എന്ന് പറയുന്നത്. നിത്യാനന്ദം അവരുടെ നാവിന്മേലിരിക്കും. ഈ അടുത്ത ദിവസങ്ങളില് കേരളത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ വേർപാട് നമ്മൾ കണ്ടു, അല്ലെ? ആ ഒരു അപ്പനും അമ്മയും ആ കുഞ്ഞിന്റെ എന്താ ഫ്യൂണറലൊക്കെ നിൽക്കുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവർ ഒരുപാട് സോഷ്യൽ മീഡിയ ടോർച്ചറിങ് അവർ കാണാതിരിക്കട്ടെ. ആ എഴുതിയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഈവൻ ഞാനും ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന അമ്മമാര്, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു അമ്മയാണ് എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിരിക്കുകയാണ്. എന്താണ്? അവര് കരയുന്നില്ല, അവര് നിലവിളിക്കുന്നില്ല, മുറവിളിക്കുന്നില്ല എന്ന്. ഈ യഹോവയായ ദൈവത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ നിറം അവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല, അവരെ വ്യക്തിപരമായിട്ട് എനിക്കും അറിയത്തില്ല. പക്ഷേ ക്രിസ്തുവിലുള്ള ആ ഒരു പ്രത്യാശ ഉള്ളവർക്ക് ഈ ജാതികളെ പോലെ വിലപിക്കാനോ അല്ലെങ്കിൽ അവരെ പോലെ പ്രത്യാശയില്ലാത്തവരായിട്ട് അലമുറയിടുവാനോ കഴിയുകയില്ല. ദുഃഖമില്ലെന്നല്ല, കരയത്തില്ലെന്നല്ല, പക്ഷെ അവർ കരഞ്ഞില്ലെങ്കിൽ അത് അവരുടെ പ്രത്യാശയാകട്ടെ. ഈ നിത്യാനന്ദം അവരുടെ തലമേൽ ഇരിക്കുമെന്ന് പറയുന്നത്, ഇത് നമ്മളുടെ ദുഃഖവും നമ്മളുടെ ഭാരവും നമ്മളുടെ ആൻസൈറ്റി, പാനിക്കിങ്, ഇതെല്ലാം ഈ തലമുറയുമുണ്ട്, അല്ലെ? ജെൻസിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഫാഷൻ വേർഡായി മാറിയിരിക്കുകയാണ്. എന്നാൽ അതെല്ലാം മാറ്റി നിത്യാനന്ദം നിന്റെ തലമേൽ ഇരിക്കുമെന്ന് നമ്മുടെ അപ്പൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രത്യാശ ഉള്ളവർക്ക് അത് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം കൂടെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് പോവുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി കുടുംബത്തിലെ അംഗങ്ങൾക്ക് അറിയാം, കോവിഡ് സമയത്ത് എൻ്റെ കുഞ്ഞിന് എൻ്റെ മകൾക്ക് 14 വയസ്സുള്ള സമയമാണ്. ഞങ്ങൾ നാട്ടിലാണ്. ആ സമയത്ത് ഞങ്ങളായിരിക്കുന്ന അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് ഒരു ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോഴേ ഒരു അലർജിയുടെ പ്രശ്നം ഉണ്ടായി. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന പ്രശ്നമാണ്, എക്സിമ എന്നൊക്കെ പറയുന്നത്. എന്നാൽ ആ കോവിഡ് സമയത്ത് അത് അതിന്റെ ഏറ്റവും വൃത്തികെട്ട രൂപം കാണിച്ച ഒരു സമയമാണ്. 3 മാസം എൻ്റെ കുഞ്ഞ് കട്ടിലിൽ കിടക്കുകയാണ്, ബെഡ് റിഡൻ ആണ്. അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുകയില്ല. ഓരോ ദിവസവും ഒരുപാട് സ്കിൻ ഷെഡിങ് ഉണ്ട്. അവളുടെ രൂപം തന്നെ മാറിപ്പോയുള്ള ഒരു അവസ്ഥയിലായിരുന്നു. മുടിയെല്ലാം പൊഴിഞ്ഞ്, കീമോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മുടി പോകുന്നത് അതുപോലെ തലമുടിയെല്ലാം പൊഴിഞ്ഞ് അവളുടെ
ഫോളിക്കിൾസിന്, ഈ മുടി നിൽക്കുന്ന ആ ഫോളിക്കിൾസിന് അതിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ആരോഗ്യമില്ലെന്നാണ് അവളുടെ ഡോക്ടർ പറഞ്ഞത്. ആ ആ ഒരു ദുഃഖ സമയത്ത്, മീൻസ് എല്ലാ ദിവസവും ഈ കുഞ്ഞ് കുളിപ്പിക്കാനായിട്ട് ഞാൻ കൊണ്ടുപോകുമ്പോൾ അവൾക്ക് തനിയെ കുളിക്കാൻ പറ്റത്തില്ല. ഈ വെള്ളം വീഴുമ്പോൾ ഉള്ള നീറ്റലും വേദനയെല്ലാം കാരണം അലറി വിളിച്ച് കരയുമുള്ളൂ ചില സമയത്ത്. അപ്പം ഞാൻ ഇവളുടെ പുറകിൽ നിൽക്കും, മോനെ സ്തോത്രം പറയുമെന്ന് പറയുമ്പോഴത്തേനും ചില ദിവസങ്ങളിലാണ് ഞാൻ എന്തിനി സ്തോത്രം പറയണം, ഈ സൗണ്ടിലൊന്നുമല്ല, ആ ചുറ്റുപാടുള്ള നിവാസികൾ കേൾക്കാൻ രീതിയിലാണ് പറയുന്നത്. എത്ര കാലമായി അമ്മ പ്രാർത്ഥിക്കുന്നു, ഞാൻ എത്ര കരഞ്ഞു, ഇനി ദൈവത്തിന് എത്ര കണ്ണീര് കാണണം, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവളുടെ പുറകിൽ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഈ പിഞ്ചു കുഞ്ഞാണ്, അവള് അറിവില്ലായ്മയിൽ അവളുടെ വേദനയിൽ പറയുന്നൊന്നും അവളോട് കണക്കിടരുത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായിട്ട് ഓരോ ദിവസവും വേണ്ട മന്ന തന്നെ ബലപ്പെടുത്തി നിർത്തി. ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് പലരും എന്റെ കുടുംബക്കാരുൾപ്പെടെയായിട്ട്, നമ്മുടെ ഒന്നും കുടുംബത്തിൽ ആർക്കും ഇല്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും ഇത്രയും നാളായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു, ചെറിയ പ്രായം മുതൽ കർത്താവിന്റെ വേലക്കാരായിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ചിലർ മീൻസ് ഇയ്യോബിനെ പോലെ ആശ്വസിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ആശ്വാസന്മാര് അല്ലെ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളെ നേരിടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് പ്രതിഫലം കിട്ടും. ആ സമയത്തൊന്നും തകർന്നു പോകാതെ നിൽക്കുവാൻ ഒരു ദിവസം ദൈവം തന്ന വചനം ഇങ്ങനെയാണ്: കഷ്ടങ്ങളിൽ പ്രശംസിക്കുക, ബോസ്റ്റ് ഇൻ യുവർ സഫറിങ്. ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞ, കർത്താവ് ഇച്ചിരി കടുപ്പമാണ് ഈ ഇതിനെ കുറിച്ചൊക്കെ ബോസ്റ്റ് ചെയ്യാൻ എന്തിരിക്കുന്നു, എന്നാൽ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയുന്ന ആ ബലഹീനതയിലായിരിക്കുന്ന അമ്മമാർക്ക്, ഇങ്ങനെയുള്ള പല അമ്മമാരും ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളെ കഷ്ടതയിൽ ഒരു പ്രൊലോങ് സമയത്ത് പലതരത്തിലുള്ള കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുവാനുള്ള മനോബലവും നമുക്കുണ്ടാകണം. ആ സമയത്തും അവരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഉറപ്പിച്ചു നിർത്തുവാൻ മനോധൈര്യമുള്ള അമ്മമാരായിരിക്കണം നമ്മൾ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പല കാര്യത്തിൽ, നിസ്സാര കാര്യങ്ങളിൽ തളർന്നു പോകുന്ന ഒരു തലമുറയാണ് നമുക്കുള്ളത് അല്ലെ, നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത്. എന്നാൽ അവർക്ക് വേണ്ടി ദെബോരയെ പോലെ ദേശത്ത്, ദെബോര പറയുന്നത്, ഞാൻ ഇസ്രായേലിൽ അമ്മയായിട്ട് എഴുന്നേൽക്കുന്നത് വരെ അവിടെ ആ തലമുറകൾക്ക് നേരായ വഴിയിൽ നടക്കുവാൻ, they couldn't walk in the highways എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് ആ ഹൈവേസ്, നേരായുള്ള പാതയിൽ നടക്കുവാൻ കഴിഞ്ഞില്ല. അവർക്ക് കുറുക്കു വഴികൾ അഭയം പ്രാപിക്കേണ്ടി വന്നു. എന്താ, ഹൈവേ എല്ലാം ശത്രുക്കളാൽ നിറഞ്ഞിരിക്കുക, അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്. എന്നാൽ പറയാണ്, ഇവിടെ പ്രവാചകൻ പറയാണ്, നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന ഇങ്ങനെ കുറുക്കു വഴികളിൽ നടക്കുവാനല്ല അവരോട് പറയുക. ഈ സ്ഥിതി മാറും. ഇന്ന് നിന്നെയായിരിക്കും, ഇന്ന് അപമാനമായിരിക്കും, ഇന്ന് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇന്ന് ചോദ്യങ്ങളായിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഔട്ട് ഓഫ് ഓൾ ദ പീപ്പിൾ, എല്ലാവരും കർത്താവിനോട് ചേർന്ന് നടക്കരുത്, നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറഞ്ഞവരല്ലേ, വിലയേറിയവര്, മാന്യര്, വീണ്ടെടുക്കപ്പെട്ട ജനം, ആത്മാവിലും സത്യത്തിലും അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവര്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നാം തളർന്നു പോകുകയാണോ? നമ്മുടെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് എൻ്റെ അപ്പൻ വരും, മൈ ഗോഡ് വിൽ കം, എൻ്റെ അപ്പൻ വരും, തൻ്റെ സമയത്ത് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വരും, എൻ്റെ തലമുറയെ അഭിമാന വിഷയമാക്കി തീർക്കും, സ്തുതി എന്ന മേലാടെ അവർക്ക് കൊടുക്കും, അവർ യഹോവയെ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർ നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലയെന്നും പേരാകുമെന്ന് പറയുവാൻ അമ്മേ കഴിയുമോ? ഇത് പറയുവാൻ വേണ്ടി നിങ്ങളെ അഭിഷേകം, നമ്മെ ഓരോരുത്തരെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. നീ നന്നാവില്ല എന്ന് ഒരിക്കലും നമ്മൾ നമ്മുടെ തലമുറകളോട് പറയാതിരിക്കട്ടെ. ഏതവസ്ഥകളിലാണെങ്കിലും നമ്മുടെ തലമുറ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ 2 മക്കളെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ ദേശത്തുള്ള തലമുറ, നമുക്ക് ചുറ്റുമുള്ള തലമുറകൾ. കർത്താവെ, ഈ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിലും അവർ ദൈവത്തിന്റെ, കാരണം ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചിട്ടുണ്ട് അല്ലെ. എന്നാൽ ഈ വചനം പറയുന്ന സമയത്തും അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ അവസ്ഥയ്ക്കൊന്നും ഒരു ഭേദം വന്നിട്ടില്ല. ഉണ്ടോ? വന്നിട്ടില്ല. ഗലീലി ഇപ്പോഴും ഇരുട്ടടഞ്ഞു കിടക്കുകയാണ്. നസ്രത്തും അതിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളൊക്കെ അന്ധകാരത്തിൽ ഇരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം വന്നു,
ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നു, യേശുവോ ആത്മാവ് നിറഞ്ഞവനായി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. യേശുവോ ആത്മാവ് നിറഞ്ഞവനായി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ഇരുളിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അവിടെ ചെന്ന സിനഗോഗിലേക്ക്, ആരാധനാലയത്തിലേക്ക് ചെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അങ്ങോട്ട് തുറന്നിട്ട് ഈ വചനം വായിച്ചു. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വചനം യേശു അങ്ങോട്ട് വായിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. തലമുറകൾ കഴിഞ്ഞപ്പോൾ ഒരുവൻ വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇരുട്ട് നിറഞ്ഞ എന്താ പറയുക, ചുട്ടെരിഞ്ഞ് കിടന്നിരിക്കുന്ന, ശൂന്യമായി കിടക്കുന്ന, ഇപ്പോഴും ഒരു ഗതിയില്ലാതെ കിടന്ന പ്രദേശങ്ങളിലേക്ക് എന്റെ രക്ഷകൻ വന്നപ്പോൾ പറയുകയാണ്, യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന ഇതിനു വേണ്ടിയാണെന്ന്. എന്റെ യേശു ചെന്ന ഒരിടവും പിന്നെ ശൂന്യമായി കിടന്നിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഗലീലയെ കുറിച്ച് പഠിക്കുമ്പോൾ ശലോമോന്റെ കാലത്ത് ഹീരാം എന്ന രാജാവിന് 20 ഗ്രാമങ്ങൾ, 20 ടൗൺസ് തനിക്ക് ചെയ്ത ജൂണിപ്പർ സിഡാർവുഡ് ഇതൊക്കെ കൊടുത്തതിന് പകരം ദേവദാരുവിന്റെ വൃക്ഷങ്ങളും സ്വർണവും വെള്ളിയും ഒക്കെ ധാരാളം ശലോമോന ആലയവും മറ്റു പണികൾക്ക് വേണ്ടി കൊടുത്ത ഹീരാം രാജാവിന് പകരമായിട്ട് ശലോമോൻ ഒരു 20 പട്ടണങ്ങള് ഗലീലയിൽ കൊടുത്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ രാജാവ് പട്ടണങ്ങൾ വന്ന് എന്തെന്ന് കാണാൻ വന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഹേ ഇതെന്താണ് ഇത്? കാബൂൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഒന്നിനും കൊള്ളത്തില്ല, ഗുഡ് ഫോർ നത്തിങ്. അങ്ങനെ ഒരു ഭൂമിയിലുള്ള ഒരു രാജാവ് വന്ന് കണ്ടിട്ട് ഗുഡ് ഫോർ നത്തിങ് എന്ന് വിധി എഴുതി തലമുറകളായിട്ട് മീൻപിടുത്തക്കാരായി, അറിവില്ല, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, നമുക്ക് കാണാം പത്രോസും യോഹന്നാനും ആ ദേവാലയത്തിലേക്ക് ചെന്ന മുടന്തനെ സൗഖ്യമാക്കി കഴിഞ്ഞിട്ട് ആ സെൻഹെഡ്രിൻ കൂടിയിട്ട് പരീശന്മാരും അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവര് ഗലീലയിൽ നിന്നുള്ളവരല്ലേ, എന്തെങ്കിലും നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് നഥനയേൽ ചോദിച്ച്. അങ്ങനെയുള്ള ഇടങ്ങളിലേക്കാണ് യേശു ചെന്നിട്ട് പറയുന്നത്, എന്താണ്? ഇതിനാണ് എന്നെ അഭിഷേകം ചെയ്ത് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഗുഡ് ഫോർ നത്തിങ് എന്ന് തലമുറകളായി പറഞ്ഞ ഇടത്തേക്ക് നമ്മുടെ രക്ഷകൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവിടെ നിന്നൊരു 12 പേരെ തിരഞ്ഞെടുക്കുകയാണ്. ഒന്നിനും കൊള്ളാത്ത 12 പേര്. അവർ കർത്താവിനോട് കൂടെ 3.5 വർഷം നടന്നു കഴിഞ്ഞപ്പോൾ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരായി മാറി. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളോട് നാം പറയാൻ ഇടവരട്ടെ, ഇതുപോലെ ഈ വചനം നമ്മൾ കേൾക്കുന്ന അനുസരിച്ച് നമ്മുടെ തലമുറകളോട് പറയട്ടെ, നിങ്ങൾ യഹോവയുടെ ആലയത്തിൽ നടുതലയായി മാറും, ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരായി മാറും. നിങ്ങൾ ഇനിമേൽ ഗുഡ് ഫോർ നത്തിങ് എന്നല്ല. ഇന്ന് നമ്മള് ഗലീലയുടെ ഇൻകം ഒക്കെ എടുത്തു നോക്കിയാൽ അറിയാം, ഈ കോവിഡിന്റെ സമയത്തിന് മുൻപ് വരെ ഒരു വർഷം ഗലീല അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ള ആ ടൂറിസം എന്ന് പറയുന്നത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്, അല്ലെ? ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്. ഒരു കാലത്ത് ഒന്നും ആ യെശയ്യാ പ്രവചനത്തിന്റെ ആ വാക്യങ്ങൾ ഓരോന്നും നിങ്ങൾ എടുത്തു, ഇരട്ടി പ്രതിഫലവും ഓഹരിയും ഒക്കെ എടുത്തു നോക്കിയിട്ട് ഇന്നത്തെ ഇസ്രായേലിനെ ഒന്ന് നോക്കിക്കേ, അവരുടെ വരുമാനം നോക്കിക്കേ. ഭൗതികമായിട്ട് മാത്രമല്ല പ്രിയമുള്ളവരെ, ഭൗതികമായിട്ട് മാത്രമല്ല, ആ നാട്ടൊലിവിനോട് ചേർത്ത് വെച്ച ഈ കാട്ടൊലിവിന്റെ ശാഖകളുണ്ടല്ലോ, നമ്മൾ ഓരോരുത്തരും അതിനോട് ചേർത്ത് വെച്ച് പണിത് കഴിഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ച ആ നിത്യാനന്ദം, അവർക്ക് ലഭിച്ച ആ ഓഹരിയിൽ നമ്മളെയും പങ്കാളികളാക്കി ചേർത്തു. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ നിമിത്തം ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദൈവം ക്രിസ്തു യേശുവിലൂടെ നമ്മളിൽ ഓരോരുത്തർക്കും ആ അനുഗ്രഹത്തിന് അവകാശികളായി തീരുവാൻ നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ. ഗലീലിയും തുറന്നുള്ള ആ ദേശങ്ങളും ഒന്നും പിന്നെ ഈ രക്ഷകന്റെ കാൽപ്പാടേറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഒരിക്കലും അവരുടെ ചരിത്രം മാറ്റിമറിക്കുന്ന ഇടമായിരുന്നു. നമ്മളിൽ ഓരോരുത്തരെയും എൻ്റെ പ്രിയമുള്ളവരെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കാലത്തിന് വേണ്ടിയിട്ടാണ്. നാമും ഇന്ന് നമ്മുടെ ദേശത്തോട്ട് നോക്കുമ്പോൾ, ഇന്ത്യയും മറ്റു രാജ്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ, ഒരു നാശത്തിലേക്ക് പോകുന്ന ഒരു തലമുറ, സോഷ്യൽ മീഡിയ, മറ്റു പല രീതിയിൽ ഡ്രഗ്സ്, ഇത് അങ്ങനെ ഇൻഫ്ലുവൻസ് ആയി തകർന്നു കിടക്കുന്ന
ഒരു തലമുറയെ ആണ് നമ്മുടെ മുന്നിലുള്ളത്. എന്നാൽ യഹോവയായ കർത്താവ് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ഇവർ ഈ വീണുപോയ കൂടാരങ്ങളെ എഴുന്നേൽപ്പിച്ച് മോഷ്ടിക്കപ്പെട്ടും കവർന്നും പോയിരിക്കുന്ന ഈ തലമുറയെ വിടുവിച്ചുകൊണ്ട് പോരാനാണ്. നമ്മൾ ഓരോരുത്തരും ഏത് അവസ്ഥയിൽ ഇന്ന് പകൽക്കാലം ആയിരിക്കുന്നു, ഇന്ന് ഈ സന്ധ്യാസമയത്ത് ആയിരിക്കുന്നു, ഏതവസ്ഥയിലായിക്കോട്ടെ, അപമാനത്തിലോ നിന്ദയിലോ കഷ്ടതയിലോ ബുദ്ധിമുട്ടിലോ ഏത് സാഹചര്യത്തിലായിരുന്നോട്ടെ, ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? കർത്താവെ, എന്റെ കുടുംബത്തിൽ ആ പണി ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ പരിശുദ്ധാത്മാവിലാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്റെ കുടുംബത്തിലെ ആ പണി ആരംഭിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്ന് മറ്റുള്ള കുടുംബങ്ങളിലേക്ക്, എൻ്റെ സഭയിലേക്ക്, എൻ്റെ ദേശത്തിലേക്ക്, ഞാനായിരിക്കുന്ന ഈ തലമുറയില് ദൈവശബ്ദമായി ഇതുപോലെ യഹോവയുടെ ആത്മാവിനാൽ അഭിഷക്തരായ ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ അടിയനെയും അഭിഷേകം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ കൂട്ടായ്മ, ഈ വചനത്തിന്റെ മുൻപില് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മളിൽ ഓരോരുത്തരെ ഒരു ഫയർ ബ്രാൻഡ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരു അഭിഷേകത്തോടു കൂടി ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഒരു തലമുറയെ പണിതെടുക്കുവാൻ, ഒരു തലമുറയെ ഭൂമിയെ കീഴ്മേൽ മറിക്കുവാൻ പ്രാപ്തരാക്കി അഭിഷിക്തരായി അനേകരുടെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി അനേകരുടെ മുറിപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാൻ, അല്ലെങ്കിൽ അവരെ മുറികെട്ടുവാൻ, തടവിലിരിക്കുന്നവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവാൻ കൽപ്പിക്കുവാനുള്ള അഭിഷേകം നൽകപ്പെട്ടവരാണ് നാം. അങ്ങനെയുള്ള ഒരു തലമുറയെ ട്രെയിൻ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരായി, അങ്ങനെയുള്ള ഒരു ദർശനത്തോടുകൂടി ആയിരിക്കട്ടെ ഈ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് ഉപയോഗിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട ആന്റി സുസൻ ആന്റിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ